എലിക്കുട്ടമ്മയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കിടക്കാറില്ല. അമ്മ ഉറങ്ങുന്നില്ലല്ലോ, ഇവനിങ്ങനെ കിടക്കുന്നേ. എലിക്കുട്ടിയമ്മ ഉറങ്ങുന്നില്ലല്ലോ. കിടന്നതാണോ? കിടന്നൊന്നുമില്ല. ഞാൻ എലിക്കുട്ടിയമ്മ പറഞ്ഞ് അവിടെ കേട്ടു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നാ. അപ്പൊ കിടക്കാതിരുന്നെങ്കിൽ ഉറക്കം വരട്ടെ. ആനിയാ കിടന്നിട്ട് എലിക്കുട്ടിയമ്മ ഉറങ്ങുന്നില്ലല്ലോ. എലിക്കുട്ടി തലമുടിയില്ലേ വേണ്ടി ഒരു എന്തോ പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഉറക്കം വരുമോ? കിടക്കുമ്പോൾ ഉറക്കം വരണ്ടല്ലേ. എലിക്കുട്ടിയമ്മ ഉറങ്ങുന്നില്ലല്ലോ. എലിക്കുട്ടമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഉറക്കം വരുന്നില്ല. തണുപ്പായപ്പോൾ എലിക്കുട്ടമ്മയ്ക്ക് ഉറക്കമില്ല കേട്ടോ. ഞങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെയാണേ. ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. പുതപ്പെടുത്താലോ? പുതപ്പെടുത്താലോ? പുതപ്പേ എടുത്താലോ? പുതപ്പ് പുതപ്പ് പുതപ്പേ പുതപ്പ് പുതപ്പ് പുതപ്പില്ലേ പുതപ്പ്? ആ എടുത്ത് പുതച്ചാലോ? നമുക്ക് ഉറക്കം വരുമെന്ന് അറിയായിരുന്നു. ആ നമ്മുടെ വെട്ടിക്കത്തല്ലേ ഇരിക്കുന്നേ? നമ്മുടെ വെട്ടിക്കത്തല്ലേ ഇരിക്കുന്നേ? വെട്ടിക്കത്തല്ലേ ഇരിക്കുന്നേ? എടുക്കട്ടെ. എന്നാ എലിക്കുട്ടമ്മയ്ക്ക് നമ്മൾ പുതപ്പെടുത്ത് കൊടുക്കുവാണ്. എലിക്കുട്ടമ്മ പുതച്ച് കിടക്കുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അമ്മയ്ക്കല്ലേ ഉറക്കം വരാത്തേ? അമ്മയ്ക്കല്ലേ ഉറക്കം വരാത്തത്? ആര്? പിള്ളേരൊന്നും തട്ടുമൊന്നുമില്ല. പുതപ്പാ എടുത്ത് തരുന്നേ. ആ ഇപ്പം ഇവിടെ ജോമൾ കിടക്കാൻ വന്നിട്ടില്ലേ, അതുകൊണ്ടാണ്. എടുത്തോട്ടെ. അമ്മയ്ക്ക് പുതയ്ക്കാനാ, അമ്മയ്ക്ക് പുതയ്ക്കാനാ. ആ ആ അമ്മ എനിക്ക് വേണ്ട, എനിക്ക് അവിടെ ഉണ്ട്. ആ അമ്മ ഹാപ്പിയാണ്. എന്നാൽ ഞാൻ പുതപ്പെടുത്തോ. പക്ഷേ ജോമള് ഇവിടെ വരാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഉറങ്ങാത്തത്. അമ്മയ്ക്ക് ഇവിടെ അച്ഛനൊക്കെ ആളും കാണാത്തത് കൊണ്ടാണ് ഉറങ്ങാത്തത് നിൽക്കുന്നത്. അതൊക്കെ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം എടുത്ത് കൊടുത്ത പുതപ്പ് നമുക്ക് എടുത്ത് കൊടുക്കാം. നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാന്ന് നോക്കാം. ആ ഇവിടെ അല്ലേ, അവിടെ ഒരു പുതപ്പ് കുഴപ്പമുണ്ട്, അത് വേറെയാണ്. എന്താ അത് പുതപ്പല്ലേ? ഇതാണ് അമ്മയ്ക്ക്. ഇതുണ്ട്, തണുപ്പത്തുള്ള പുതപ്പാണിത്. സൂപ്പർ സാധനമല്ലേ? അങ്ങ് പുതച്ച് കിടന്നോ? ഉണ്ടോ? കാലൊക്കെ അങ്ങ് മൂടി കിടക്ക്. ചെരുപ്പടാതെ നടന്ന് ആകപ്പാടൊക്കെ ആയിരുന്നു. അതല്ലേ നല്ല സാധനമല്ലേ? സൂപ്പറായിട്ട് കിടന്നുറങ്ങാം. അമ്മയുടെ മൂത്ത മകനും മകളും കൂടെ കൊണ്ടു തന്നല്ലേ? രോമി കൊണ്ടുവന്നാ, രോമി. നമുക്ക് സന്തോഷമായി. അമ്മയ്ക്ക് പുതച്ച് കിടക്കാൻ വേണ്ടി കേട്ടാ. കിടന്നുറങ്ങണം, കിടന്നുറങ്ങിക്കോ. ഞാൻ കിടക്കാൻ പോവാ. ഞാൻ അവിടെ ഇരുന്ന് അമ്മയുടെ അപ്പുറത്തെ മുറി ഇരുന്ന് അമ്മയുടെ അമ്മ പറഞ്ഞത് കേട്ടോണ്ടിരിക്കുവായിരുന്നു. അവിടെ സിനിമ വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കേൾക്കായിരുന്നു അമ്മ പറഞ്ഞതേ. അപ്പം ഞാനതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി പെട്ടി അടച്ചേക്കാം. ഈ കട്ടനെല്ലാം അമ്മ മടക്കി ശരിയാക്കി സെറ്റപ്പാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. പണ്ടത്തെ മോഡല്. ഉറങ്ങിക്കോ, ഞാൻ പോവാ. ഉറങ്ങിക്കോ, ഞാൻ പോവുക. ഉറങ്ങിക്കോ. എലിക്കുട്ടി നമ്മുടെ മുറിയിലെ ലൈറ്റും നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. ഉറങ്ങുമെന്ന് വിചാരിക്കും. ഇവിടുത്തെ അച്ഛമ്മളും ജോമോളെ കാണാത്തതുകൊണ്ടും ആയിരിക്കാം ഉറങ്ങാത്തതെന്ന് വിചാരിക്കുന്നു. ഈ തണുപ്പായതുകൊണ്ട് അങ്ങനെ അറിയത്തില്ല. ചൂടത്തെ എലിക്കുട്ടി നന്നായിട്ട് ഉറങ്ങുമായിരുന്നു. അമ്മ ഉറങ്ങിയില്ലേ? അമ്മ ഉറങ്ങിയില്ലേ? ഉറങ്ങേണ്ട സമയമായി. നീ ഉറങ്ങുന്നത് ഇതിലും പൊച്ചും കൂടി കിടന്ന് പൊച്ച് കിടന്നുറങ്ങ്. പൊതച്ചിടന്നുറങ്ങാനേ. അതൊക്കെ പിന്നെയല്ലേ, ഇപ്പോൾ ഉറങ്ങ്. പൊതച്ച് കിടന്ന് ഉറങ്ങ്. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കുന്ന കാര്യമല്ലേ. ഇപ്പോൾ ഉറങ്ങ്. കേട്ടാ. ജോമോൾ വരാത്തതുകൊണ്ട് ഉറക്കം വരുന്നില്ലെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എലിക്കുട്ടിയമ്മയുടെ പ്രശ്നം. ജോമോൾ ഈ കട്ടിലെ കാണാത്തതുകൊണ്ട് എലിക്കുട്ടിയമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല. ജോമോൾ ഇവിടെ വരാതെ എലിക്കുട്ടിയമ്മ ഉറങ്ങുകയില്ല. ജോമോൾ ഏറ്റു പോകണം, കൂടെ എലിക്കുട്ടിയമ്മ ഏറ്റു പോവുകയും ചെയ്യും. അതാണ് കുഴപ്പം കിടക്കുന്നത്.
അല്ലാതെ ഇപ്പോൾ കിടന്ന് സുഖമായിട്ട് ഒലിക്കിട്ടുമ്പോൾ ഉറങ്ങാവുന്നതാണ്. ഏയ് ആൾ ഉറങ്ങിയില്ല, എന്നാ ചെയ്യുന്നേ? അതുങ്ങൾക്ക് കല്യാണം നടത്തുന്നത് ആരാ? രണ്ടും അവർ സിനിമയൊക്കെ കണ്ടിട്ട് നടക്കും. ആ പിള്ളേര് ആണോ? ആണ്ട വരുന്നു. അതിൽ നടക്കുന്നുണ്ടോ? എലിക്കുട്ടമ്മയുടെ ശ്രദ്ധ എവിടെയാണ്? എലിക്കുട്ടമ്മയ്ക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ കാര്യം അതാണ്. എലിക്കുട്ടമ്മയുടെ ശ്രദ്ധ എവിടെയാണ്? ആളിങ്ങ് വരുന്നില്ല. അടുത്ത് കിടക്കുന്നവരായിരിക്കും. ആ, അവിടെ അടുത്ത് കിടക്കുന്നവരാന്നേ. അവർ വരാത്തോണ്ടല്ലേ എലിക്കുട്ടിയമ്മ ഉറങ്ങാത്തേ. ആ, അവർ വരും. അവർക്കൊരു എൻജോയ്മെൻ്റൊക്കെ വേണ്ടേ? ഈ പണിയെല്ലാം കഴിഞ്ഞിട്ടേ ഇച്ചിരി നേരമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് ചെയ്യണ്ടേ? എന്നെ കിടക്കാത്തെ ഞാനോ? നീ ഞാനിങ്ങനെ അവിടെ കുത്തിരിക്കുമ്പോൾ എലിക്കുട്ടമ്മ പറഞ്ഞാൽ എനിക്ക് ഇപ്പുറത്ത് ഈ ഭിത്തിയുടെ അപ്പുറത്ത് കൂടെ കേൾക്കാം. ആ, എലിക്കുട്ടമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഈ ഭിത്തിയുടെ അപ്പുറത്ത് കൂടെ എനിക്ക് കേൾക്കാം. ഓരോ കാര്യങ്ങളും ഇവിടെ നിന്ന് പറയുന്നത് സിനിമ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാനത് കേട്ടിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ എലിക്കുട്ടമ്മ ഉറങ്ങിയില്ല. മുമ്പേ പുതപ്പെല്ലാം പുതച്ച് വന്നിട്ട് പോയതാണ്. പക്ഷേ എലിക്കുട്ടമ്മ ഉറങ്ങിയില്ല. വരാത്തതിൻ്റെ കാര്യം എന്നാന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ ഉണ്ടായിരുന്നേ. കണ്ടില്ലല്ലോ. പക്ഷെ ഞാനിവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഞാൻ എവിടെ പോകാനാ? എൻ്റെ എലിക്കുട്ടിയമ്മേനെ വിട്ടേച്ച് എനിക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ഞാൻ ഉറക്കം പഠിച്ച് പോയായിരിക്കും. ഞാനിവിടെയല്ലേ ഉറക്കം പിടിക്കണത്, അല്ലാതെ പിന്നെ എവിടെ പോയി ഉറക്കം പിടിക്കും? മോളെ കാണാനായിട്ട് എലിക്കുട്ടമ്മ കിട്ടൊരു ഉറക്കവും വരുന്നില്ല ഇത്ര സമയമായിട്ട്. അങ്ങനെ കൂടെ കിടന്ന് ശീലായി പോയതാ പറ്റിപ്പോയത്. കിടക്കണ്ടായിരുന്നു. ആ, കൂടെ കിടന്ന് ശീലായി പോയി. കൂടെ കിടന്ന് ശീലായി പോയെന്ന്. ശീലായി പോയെന്ന്. ശീലമായി പോയോ? ഇല്ലേ? കിടന്നിട്ട് പ്രത്യേകിച്ച് സുഖമൊന്നുമില്ല. കിടന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല. ഉറക്കം വരായികയില്ലേ? കൂടെ ഇല്ലാത്തത് കൊണ്ട് ഉറക്കം വരായികയില്ലേന്ന്. ആ, അതാ പറഞ്ഞത്. ഇതാരിത് പൊതിപ്പിച്ചത്? ഇതാരാ പൊതിപ്പിച്ചത്? ഇത് ഇന്ന് കണ്ടില്ല? കഴിഞ്ഞ ദിവസം എടുത്തു കൊടുത്തിട്ട് അമ്മ അവിടെ ചുരുട്ടി കൂട്ടി വെച്ചു. അത് കഴിഞ്ഞ് ചുരുട്ടി അവിടെ കൊണ്ടുവച്ചു. ഇത് മഴയാ ചോമോൻ. അമ്മ പുതയ്ക്കേല. അമ്മയ്ക്ക് ചൂടും തണുപ്പും ഒന്നും ഏശുന്നില്ല. ചൂട് ഏശും, തണുപ്പ് ഏശുന്നില്ല. എനിക്കും തണുപ്പ് ഏശുന്നില്ല. ഇച്ചിരി കഴിയുമ്പോ അതിവിടെ ചുരുട്ടി കൂട്ടി വെക്കുന്നേ. അത് കഴിഞ്ഞ് രാവിലെ എടുത്ത് അവിടെ ചുരുട്ടി കൂട്ടി വെക്കുന്നേ. ഞാൻ പിന്നെ എടുത്ത് ഈ മഴയത്ത് ഞാൻ എല്ലാം വെട്ടിക്കകത്ത് മടക്കി വെച്ചതാ. പുതയ്ക്കൊന്നുണ്ടായിരുന്നേ കുഴപ്പമില്ല. നീ ഇതെടുത്ത് കളയും. അവിടെ കൊണ്ടുപോയി മൂലയ്ക്കൊണ്ട് ചുരുട്ടി കൂട്ടി വിമാനം അത് കണ്ടിട്ട് ഭയങ്കര ചിരിയുക. ഇന്നിപ്പോ അമ്മ പുതച്ച ലക്ഷണമാണ്. നമുക്ക് നോക്കാം തണുപ്പ് വേശുന്നുണ്ടോന്ന് അറിയണ്ടേ. അമ്മയ്ക്ക് തണുപ്പൊന്നും വേശുന്നില്ല. എനിക്കും തണുപ്പ് വേശുന്നില്ല. എലിക്കുട്ടിയമ്മ നീ കിടന്നാലേ എലിക്കുട്ടിയമ്മ ഉറങ്ങുള്ളൂ. ഇതിവിടെ വന്നിട്ട് അമ്മ ഇച്ചിരി മുമ്പ് ഇവിടെ വന്നിട്ട് ജോമോനെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ പിച്ചും പേ പറഞ്ഞോണ്ട് അത് കൊടുത്ത് ഓടി ഇങ്ങോട്ട് വന്നു. എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? നീ ഇത് പോവോ അവിടുന്ന്? ഇതമ്മേ, അമ്മ ജോമോനെ കണ്ടതില്ലെന്നൊന്നും ഇനിയൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ. അവിടെ അപ്പൊ അത് ഇവിടുന്ന് പാഞ്ഞു വരും എവിടുന്നെങ്കിലും. ജോമോനെ കണ്ടില്ല. കണ്ടില്ലേ? ആ, അവനെവിടെയോ ദേ നിക്കുന്നു. ഇതല്ലേ ഉണ്ടോ? ഇത് ഇത് അല്ലേ? ആ, എനിക്ക് അറിയത്തില്ല. അയ്യോ, ആളെ അറിയത്തില്ലല്ലേ? അല്ല, അവരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുകയല്ലേ. പിന്നെ കുടുംബമായിട്ട് എലിക്കുട്ടിയായിട്ട് കുടുംബത്തിൽ ജീവിക്കുക. എലിക്കുട്ടിയമ്മയായിട്ട് കുടുംബത്തിൽ ജീവിക്കുവാന്നേ. എന്നാ കാണിച്ച ജീവിക്കുവാന്നാ പറഞ്ഞേ. അയ്യോ, മൂത്രം ഒഴിക്കണം. വാ വാ, കുരിശോടക്കി ഞാൻ പോവാ. മൂത്രം ഒഴിച്ചു കിടക്കാം. അല്ലെങ്കിൽ ഞാൻ മൂത്രമൊഴിച്ച് കിടന്നോ കേട്ടോ. അയ്യോ, നമുക്ക് പോകാം. പോകാം. ആളൊന്നുമില്ലേ? പോകാന്നൊക്കെ പറഞ്ഞാ ഏൽപ്പിക്കണം. മൂത്രം ഒഴിക്കാനാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഞാൻ ഇല്ലെന്ന് പറയും. വാ, പോകാം. ഞാൻ മൂത്രം ഒഴിച്ചിട്ട് കിടന്നോ. പോകാം. വീട്ടിൽ പോയാ വാ മതി. മാലയൊക്കെ അവിടെ കിടക്കട്ടെ. വാ. പേരുകുട്ടിയമ്മ മൂത്രം ഒഴിച്ചിട്ട് കിടക്കട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അവന് മനസ്സിലായോ? പാലാട്ടിൽ നിന്നാണല്ലേ? നമ്മ കിടക്കുക. ചാപ്പല്ലേ? മടത്തിലായിരുന്നു കുർബാന. ആത്മ
കാപ്പി കുടിച്ചോ? അമ്മ കിടക്കുവല്ലേ? കാപ്പി കുടിച്ചോ? ആ കാപ്പി കുടിച്ചു. അമ്മ ഏറ്റ്. അമ്മേ ഈശോ സ്വീകരിക്കട്ടെ. ശരിയായിരിക്കട്ടെ. കിടന്നോ? ഒന്ന് ഏറ്റതാണെന്ന് തോന്നുന്നു. ഒന്നുകൊണ്ട് ഏറ്റതാ. ഒന്ന് ഏറ്റതായിരുന്നോ? ഒന്ന് ഏറ്റതായിരുന്നോ? കിടന്ന് ചേട്ടായിരുന്നോന്ന് രാവിലെ? അമ്മയൊക്കെ അമ്മയൊക്കെ അമ്മ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടോ? ആ ഞാൻ ഇതേവരെ കണ്ടില്ല. കണ്ടില്ലേ? നിന്റെ അമ്മയുടെ ആയിരിക്കും ചോദിച്ചത്. അമ്മയുടെ കാര്യമാണ് ചോദിക്കണം. ഒന്നെങ്കിൽ അമ്മായിയും അല്ലെങ്കിൽ സ്വന്തം അമ്മ. അതാ. ആണോ? അമ്മ വെക്കാത്ത അകത്താ അല്ലേ? അമ്മക്ക് ചായ കൊടുത്തോ? ഇല്ല. അതാ കാണാൻ പറ്റാത്ത. അമ്മ എപ്പോഴാ ചായ കുടിക്കുന്നത്? അമ്മ എപ്പോഴാ ചായ കുടിക്കുന്നത്? അമ്മ എപ്പോഴാ ചായ കുടിക്കുന്നത്? ചായ ചായ കുടിച്ചോളൂ കൊച്ചാനായി. ആണോ? അപ്പൊ ഒന്ന് ഏറ്റതായിരുന്നു രാവിലെ. ഉറങ്ങി ഒന്ന് ഏറ്റതാ. എന്തോ ഉറങ്ങിയിട്ടൊന്ന് ഏറ്റതാ. അതാ അവളെ ജോമോളെ കേൾക്കുന്നവിടെ കേൾക്കുന്നല്ലേ? ആ ചേച്ചി ഇവിടെ തന്നെ കേൾക്കുന്നല്ലേ? അവിടെ പോയിരുന്നാലോ? അവിടെ പോയിരുന്നാലോ? അവിടെ പോയിരുന്നാലോ? അപ്പുറത്ത് പോയിരുന്നാലോ? അവിടെ പോയി ഇരിക്കാനോ? അത് ഇവിടെ മതിയോ? ഇതിപ്പോ അവിടെ വേണേലും ഇരിക്കാം. പിള്ളേരൊക്കെ ഉണ്ടെങ്കിലോ ഇതാ ഒരു നേരം പോക്കുള്ളൂ. നമ്മളും പിള്ളേരുമായിട്ട് ഇതാ ശരിയായി. വിവാൻ പോയി കാണല്ലേ? ഇല്ല അവന് ഇല്ലല്ലോ ഇപ്പം. പുതിയല്ലേ? ഇപ്പൊ 1 മാസം ഉണ്ട്. ജൂൺ മാസം. ചാച്ചനല്ലേ? ചാച്ചനൊന്നും ഇല്ലല്ലോ. ചാച്ചനൊക്കെ പോയില്ലേ? ഇവിടെ ഇല്ലേ? എവിടെ പോയാ? ചാച്ചനൊക്കെ പള്ളിയിലാന്നേ. പള്ളിയില് പള്ളിയില്. പള്ളിയിൽ പോയതാണോ? പള്ളിയിൽ പോയതാണോ? ഇപ്പൊ കൂടി ഇപ്പൊ സ്ഥിരം ചാച്ചനെയാണ് ചോദിക്കുന്നത്. നേരത്തെ ചാച്ചനും അമ്മയും ഇല്ലേ എന്നുള്ളതായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നെ അതൊക്കെ മാറി ഇപ്പം സ്ഥിരമായിട്ട് ചാച്ചനെ ചോദിക്കുന്നുണ്ട്. 2 ചാച്ചന്മാരെ ചോദിക്കും. വലിച്ചാച്ചനെയും ചോദിക്കും. ഇന്നലെ കണ്ടു പോയത് അമ്മ എന്നെ വരെ വന്നിട്ടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയും. രാത്രി വർത്താനം പറയുവോ രണ്ടുപേരുമായിട്ട്? ഇവിടെ കിടന്നോണ്ട് വർത്താനം പറയുവോ? വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയായിട്ട്? പിന്നെ വർത്താനമൊക്കെ പറയും. അത് നമ്മളെപ്പോഴും കണ്ടോണ്ട് വർത്താനം പറഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്നതല്ലേ. വല്ലപ്പോഴും ഒക്കെ ആണെങ്കിലാ വലിയ വിഷമം. അമ്മ വന്നില്ലെങ്കിൽ ഉറങ്ങിയില്ല, ഓടി നടക്കും. ഇതാരാന്ന് മനസ്സിലായോ? ഞാൻ ആരാന്ന് മനസ്സിലായോ? ഒന്നുമില്ല. മനസ്സിലായില്ലേ? അയ്യോ മനസ്സിലായില്ല. ജോമോളെന്തേ? ജോമോളെന്തേ? ജോമോള് ജോമോളോ ഇവിടെ കാണും, അകത്ത് കാണും. ജോമോളുടെ ആങ്ങളയാ. കാണുമായിരിക്കും. ഞാൻ ജോമോളുടെ ആങ്ങളയാ. ഞാൻ ജോമോളുടെ ആങ്ങളയാന്ന്. ആണോ? ഞാൻ അകത്ത് കയറി നോക്കിയില്ല, നോക്കാൻ പറ്റില്ല. എന്നാലും വാതിൽ തുറന്നില്ല, അത് കാരണം കയറിയില്ല. പിന്നെ ആവശ്യമില്ലാത്തടത്തെല്ലാം ചെന്ന് കയറുമല്ലോ, നോക്കുകയും വേണം. ആർക്കും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് കുഴപ്പമില്ലേ. അതിൽ പോവാതിരുന്നേക്ക് വേണ്ടേ. അച്ഛൻ വരുമോ കുർബാനയായിട്ട്? 2-3 പേര് കിടന്നോ? 2-3 പേരൊന്നുമില്ല, അതിലൊരാളെ കിടക്കാറുള്ളൂ. ചാച്ചനെന്തേ? ചാച്ചൻ ഇവിടെ ഇല്ലെന്നേ. ചാച്ചൻ പള്ളിയിലാന്ന് പറഞ്ഞില്ലേ? ഉണ്ടോ? ഇല്ല. അവിടെ പോയി. ചാച്ചൻ പള്ളിയിലാന്നേ. പള്ളിയില് പള്ളിയിൽ പോയാ? പള്ളിയിൽ പൊക്കോട്ടെ. അമ്മ എവിടെ? അമ്മ എന്നാ ഇനി പള്ളിയിൽ പോണേ? പിന്നെ പള്ളിയിൽ പോകാറുണ്ടോ അമ്മ? പിന്നെ ഇവിടുത്തെ കുരിശുപള്ളിയിലാണോ പോണേ? അവിടുന്ന് വെല്ലുപള്ളി പോവോ? കുരിശുപള്ളിയിലാണോ പോണേ? വെല്ലുപള്ളി പോവോ? സൗകര്യം പോലെ എളുപ്പമുള്ള. ഇവിടെ കുരിശുപള്ളി താഴെ പോകാറുണ്ടോ നടന്ന്? ഒത്തിരി നടക്കണമെങ്കിൽ വിഷമാണല്ലേ. താഴത്തെ പള്ളിയില് കൊണ്ടുകാലം ഇവിടെ മുമ്പിൽ കുരിശുപള്ളി അവിടെ പോകാറുണ്ടോ? അതടുത്തല്ലേ? അതടുത്തല്ലേന്ന്? കുരിശുപള്ളി ഇല്ലേ? കുരിശുപള്ളി അതടുത്തല്ലേ? അവിടെ പോകാറുണ്ടോന്ന്? അവിടെയോ എല്ലാ കാര്യത്തിനും എല്ലാരും പോകണം. പ്രാർത്ഥനയും ദിവസം തിരി കത്തിക്കാനും ഒക്കെ പോകണം. നേരത്തെ പോയി തിരികെ എത്തിക്കുമായിരുന്നു. ഇപ്പം എങ്ങും പോകാൻ താല്പര്യമില്ല.
നേരത്തെ പോയി അവിടെ പോയി തിരികെത്തിച്ചോണ്ടിരുന്നാന്നാ പറഞ്ഞത് ആരാ അമ്മേ. എന്താ എല്ലാ ദിവസവും കുരിശുപള്ളിയിൽ തീരെ ഓർമ്മ കുറവായി വന്ന പിന്നെയാണ്. ഇപ്പം ഫ്രണ്ടിൽ വന്നിരിക്കുവോ? ആ ഇപ്പം ഇന്നാലെ കഴിഞ്ഞ ദിവസമൊക്കെ വന്നിരുന്നായിരുന്നു. പള്ളിയില് കുരിശുപള്ളി ഉണ്ടെങ്കിൽ ദിവസേന തിരികെത്തിക്കണം. പ്രാർത്ഥിക്കാൻ എപ്പോഴായാലും പോകണം. വീട്ടിൽ ഞങ്ങൾക്കും അങ്ങോട്ട് അവിടെയുണ്ട് എല്ലാവർക്കും. ഇവിടെ വീടിന്റെ മുമ്പിൽ പോയി ഇരിക്കുവോ? കസേരയിട്ട് കസേരയിൽ ഇരിക്കുവോ? വീടിന്റെ മുമ്പിൽ എന്തോ വീടിന്റെ മുമ്പിൽ കസേരയിൽ പോയി ഇരിക്കുവോ? ഈ വീടിന്റെ മുമ്പില് കസേര പോയി ഇരിക്കുവോ മുമ്പില്? കസേരകളോ എവിടെയായാലും അല്ല അതുവഴി വഴി കൂടെ ആൾക്കാരെ പോകുന്നത് കാണത്തില്ല ആ സമയത്ത്. ഒന്ന് ഇരുന്നാൽ മതിയല്ലോ. അപ്പൊ വഴിയുടെ അതുവഴി ആൾക്കാരൊക്കെ പോകുന്നിടത്ത് വഴിയുടെ മുമ്പിൽ കൂടെ ആൾക്കാരൊക്കെ പോയില്ലേ? ആൾക്കാരോ? ആ വഴിയിലൂടെ പോയല്ലോ. ആ ആൾക്കാർ പോരും. പിന്നെ അത്യാവശ്യങ്ങളെ കൂട്ടി പോരും. അഞ്ച് തിരിച്ച് പോരും. അവരൊക്കെ ഒന്ന് വർത്താനം പറയുമോ അമ്മയോട്? പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശേഷങ്ങളൊക്കെ പറയും. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതൊക്കെ എവിടെയായി. ഇവാൻ അവിടെ കിടപ്പുണ്ടോ? ഏറ്റില്ലല്ലോ. ഒരു ഏറ്റവും നോക്ക് ഏറ്റില്ല. ഇല്ലേ? താമസിച്ചേ കോളേജിൽ പോകണ്ടല്ലോ. ഇനി എപ്പോഴാണ്? അതുകൊണ്ടാ താമസിച്ചേ കേൾക്കുള്ളൂ. ഇതൊക്കെ സുഖമാണ്. കുഴപ്പമൊന്നുമില്ല. ചാച്ചനും അമ്മച്ചിക്കും അവർക്കൊക്കെ സുഖം. എത്ര പേരാ സഹോദരങ്ങൾ? ഞങ്ങൾ 3 പേരാ. ആണോ? ഒരു ആണുങ്ങളാണോ? ആണുങ്ങൾ 2 പേര്, ഒരു എണ്ണം പെണ്ണ. ഒരു പെണ്ണോ? ഇവനെ കെട്ടിച്ച? കെട്ടിച്ച് ഇവിടെ ഉണ്ട്. ഇവിടെയാ വന്നേക്കണേ, കെട്ടിയാ വന്നേക്കണേ. ഇവിടെയോ? ഇവിടെ ഈ വീട്ടില് ജോമോള്. നമുക്ക് സൗകര്യം ഉള്ളിടത്തൊക്കെ അല്ലാതെ കൂടുതൽ മനുഷ്യനെ ഉപയോഗിക്കാൻ പറ്റുമോ? ഒത്തിരി ആൾക്കാരും ഉണ്ട്. തിരക്കും കൂടുന്നിടത്ത് ചെന്നാൽ ശരിയായില്ല. ഇവിടെ അലമ്പ അങ്ങനെ പോയില്ല. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഉറക്കം ഒന്നുമില്ല. എനിക്കങ്ങനെ ഉറക്കമൊന്നുമില്ല. ഒരു അറിയപ്പെട്ടായ ഉറക്കമുള്ള. അവിടെ ഇരിക്കുവാണോ? ഇങ്ങ് വന്നില്ലേ? ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരുന്നോ? ചായ കുടിക്കാൻ വാ. ചായ കുടിക്കാൻ അവളെ പിടിച്ച് പിന്നെ വരുന്ന ഒരു നടന്നുകൊണ്ടിരിക്കണത് നടത്തിലാകായിരുന്നാ മതി. ഇപ്പം ചെരുപ്പിടുന്ന കാര്യം ഇപ്പം അങ്ങോട്ട് പറ്റപ്പോയി. പക്ഷെ എന്നാലും ചിലപ്പോൾ ഇടുകയല്ലോ. വിരലൊക്കെ എന്നത് കുത്തി കയറ്റാൻ ഇപ്പം അതായത് മറന്നു പോകും. മറ്റേ ചെരുപ്പിടാതെ പുറത്തിറങ്ങിയില്ലായിരുന്നു. അല്ല കേട്ടോ, ഈ വെയിലത്തോണ്ട് ഇരുത്തിയാൽ മതി. വിറ്റാമിൻ ഡി എല്ലാം കിട്ടും. വിറ്റാമിൻ ഡി എല്ലാം കിട്ടും. ഞാൻ വന്നതാ ഇങ്ങോട്ട് കയറ്റാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ നിർത്തിയതാ. ഓട്ടോ ഗിയറാണ് അതിന്റെ. അത് തന്നെ കയറി പിടിക്കാനൊക്കെ സമയം എടുക്കും. അത് തന്നെ. അല്ല മാനുവലും ഉണ്ടല്ലോ. അത് മാനുവലിട്ട് ചെയ്തിട്ടില്ല. മാനുവലിട്ട് പിടിക്കാം. അമ്മ ഇരിക്കമ്മേ. കുടുംബം തണുപ്പായോണ്ടായിട്ട് ഓടി നടന്നില്ലല്ലോ. എല്ലാം നമുക്ക് ഇറക്കി നടത്താൻ. എനിക്ക് വന്നാൽ അങ്ങോട്ട് അരടാനില്ല. വാതിൽ തുറന്ന് കൊടുത്താലും മതി കേട്ടോ. ഒരു പ്രാവശ്യം അകത്താനും വരും. ഇപ്പം തെക്കഞ്ചായ വെയിലായിട്ടില്ലേ. ഏറ്റവും അത്യാവശ്യമാണ്. കാൽസ്യത്തിന്റെ കുത്തി എടുക്കുന്നതിനാണ് ഏറ്റവും നല്ലതാണ് വിറ്റാമിൻ ഡി. അച്ഛൻ്റെ വീട് എവിടെയാ? എന്റെ വീട് നമ്മുടെ ശ്രീവാരം പള്ളിയുടെ താഴെയായിട്ടാ. ഇവിടെയാണോ? ശ്രീവാരം പള്ളിയുടെ താഴെയായിട്ട്. ഒരുപാട് സൈഡ് പള്ളിയുണ്ടോ? പള്ളി നമ്മുടെ സെയിം പള്ളി. ഇത് ഈ പള്ളി തന്നെയാ. കുരിശങ്കര. ആ പള്ളിയിലാണ് അച്ഛനിരിക്കുന്നത്? അല്ലല്ല, ഞാൻ ഉത്തർപ്രദേശിലാ. UP-ല്. വടക്കേന്ത്യയിലാ. ആ വണ്ടി വന്ന് കിടക്കണേ ആരെ കൊണ്ടോണം? ഞാൻ വന്നതാണ് അതിൻ്റെ അത്. ആണോ? ബ്ലോക്ക് വന്നേ പിന്നെ ഉള്ളതാ. ഇപ്പം കുറവാ. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയല്ലേ, വേദനയോ പേടിയൊക്കെ വരുമ്പോൾ ഉണ്ടാവും. അങ്ങനെ രാവിലത്തെ ആഹാരം എപ്പോഴാ കഴിക്കുന്നേന്ന് അമ്മ? ചായയുടെ കൂടെ ഒന്നും കഴിക്കില്ലേ?
9 മണിയൊക്കെ കഴിയും, അല്ലെങ്കിൽ പിന്നെ കഴിക്കുകയില്ല. കിടക്കണ വണ്ടിയായിരിക്കും അച്ഛൻ്റെയാണ്. ചൂടാ ആണോ? ഇച്ചിരി തണുപ്പിട്ട് കുടിച്ചാൽ മതി. ഞാൻ ആറ്റിച്ചതാ. വെള്ളത്തിന്റെ ചവ, വെള്ളത്തിന്റെ ചവ. അപ്പൊ ചായ അല്ലേ ഇത്? പാലില്ലല്ലോ നമുക്ക്, രുചിയില്ലല്ലോ. രുചി ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. അയാളായ ഒരു ജോലിയില്ല. വെള്ളം കയറ്റിയില്ല ഇതിനകത്ത്. 2 പേർക്ക് എന്തായാലും വെള്ളം അടിയിൽ വെച്ചേക്കുവാ. 1 കപ്പ് പാലാ, 1 കപ്പ് പാല് 1 കപ്പ് വെള്ളം ഒഴിച്ചതാ. അതൊന്നും പറ്റത്തില്ല. നിങ്ങൾ പാലിന്റെ അകത്ത് പൗഡർ ഇട്ടതല്ലോ. കൊടുത്തോ? അയ കൊടുത്തോ? അവൻ ചായ കുടിക്കല്ല രാവിലെ. ഇല്ലേ? കുടിക്കല്ലേ? അങ്ങനെയാണ്. ഇവിടെ ദിവ്യ പോകാറില്ലേ? അവിടെ തിരിച്ചെത്ര മണിയാവുമ്പോൾ എഴുതിയത് കോളേജിൽ നിന്ന്? അച്ഛൻ തിന്നിട്ടാ വന്നത്. മടത്തിന്ന് കന്യാസ്ത്രീമാര് കൊടുത്തു. ഇതേ ഇവിടെ അടുത്തല്ലേ, അവിടെ കുർബാനയ്ക്ക് പോയതാ. സിസ്റ്റർമാര് ഇതിലെ വഴിയാ കന്യാസ്ത്രീമാരൊന്നും പറയും. സിസ്റ്റർമാര് പോണുണ്ടെന്ന്. അവിടെയായിരുന്നു കുർബാന രാവിലെ. സിസ്റ്റർമാർ അവിടെയായിരുന്നു കുർബാന. ഇന്നത്തെ അവിടെയൊന്നും ആരുമില്ല. ഇല്ലേ? അമ്മയ്ക്ക് വല്ലയിടത്തും പോണോ? പോണോ? അത് ആ സീറ്റാ, സീറ്റ്. എല്ലാത്തിനും അത്യാവശ്യം ഉണ്ടെങ്കിലും വിഷമം കൂടാതെ പോയി മേടിച്ചോണ്ട് വരാം. വണ്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നടന്നു പോണം. വല്ലവരൊക്കെ പോകണ കൂടുതലാണെങ്കിൽ വണ്ടിയെ പോകാൻ പറ്റുമോ? ചായ തണുത്ത് കാണുമായിരിക്കും. ഇല്ല, അമ്മയ്ക്ക് നല്ലപോലെ തണുക്കണം. ചൂടാ, നല്ല മധുരവും വേണം. മധുരമില്ല. ചുമ്മാ നല്ല മധുരം കൂടി ഇട്ടത്. അമ്മയ്ക്ക് മധുരമൊക്കെ വേണമെങ്കിൽ മധുരമൊക്കെ ഇട്ട് കൊടുക്കണം. പാല് പറഞ്ഞിട്ടാ പിന്നെ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് അവിടുത്തെ യൂസിലായിരിക്കും മൊത്തം. നേരത്തെ രാവിലെ ഈ സമയത്ത് നമ്മൾ പുറത്തിറങ്ങിയിരുന്ന് പത്രം വരുന്നിടം വരെ നോക്കിയിരുന്ന് പത്രം എടുത്തോണ്ട് വന്നിട്ട് അകത്ത് കയറുമായിരുന്നുള്ളൂ. അതൊക്കെ ഓരോ കാലം ഇങ്ങനെ മാറി മാറി പ്രായമാകുന്നതനുസരിച്ച് ഓർമ്മക്കുറവ്, ഒരു ക്ഷീണാവുന്നു. അമ്മയ്ക്ക് ക്ഷീണം മാറി അമ്മ ഇതിനകത്തൂടെ തന്നെ കാലിന്റെ പത്തി അമർത്തി ചവിട്ടി നടക്കണം കുറേ പ്രാവശ്യം. വേറെ പ്രശ്നമില്ലെങ്കിൽ ഇതിനകത്ത് കൂടെ ഒരു ദിവസം 3-4 റൗണ്ട് അടിക്കും. അത്തുകൂടെ പുറത്തോട്ട് ഇറങ്ങണമായിരുന്നു. പുറത്തൊക്കെ ചെരുപ്പില്ലാതെ മുറ്റത്തൂടെ നടന്നാലും നല്ലതായിരിക്കും. അക്വാപഞ്ചർ പോലെയല്ലേ വേദനയായി. ചവിട്ടിപ്പിക്കാതെ വെച്ചോണ്ടതിന്റെ മുന്നേ ചവിട്ടുപാട് നല്ല വേദന. അപ്പൊ ചെരുപ്പടിപ്പിക്കണം. തണുത്ത് ഇല്ല, ഇച്ചിരിയേ ഉള്ളൂ. എന്നാ കുടിക്കണം, നല്ല കുടിച്ചാൽ മതി. താഴെ വെച്ചോ. ഇങ്ങനെയൊക്കെ പറയൂനേ. ഞാനൊരു കോൺവെന്റിൽ പോയി. അവിടെ പ്രായം ചെയ്യുന്നൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, 6-7 പേര്. ജനറലേറ്റ് ആയിരുന്നു. എൻ്റെ പേര് ചോദിച്ചിട്ട് ഒരു 30 പ്രാവശ്യം 40 പ്രാവശ്യം പേര് തന്നെ ചോദിച്ചു. അതുപോലെ തന്നെ ഏത് ഇടവകയിലായിരിക്കണേ, ഏത് സംസ്ഥാനത്താണ് ചോദിച്ചത്. ഈ 3 ചോദ്യമോടെ ചോദിച്ചുള്ളൂ. ഒരു 300 പ്രാവശ്യം ചോദിച്ചു. നേരത്തെ അമ്മ ആദ്യ സമയത്ത് ഇത് ആകുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു. ചാച്ചനമ്മയുണ്ടോ റിപ്പീറ്റേഷൻ തന്നെ ചോദിച്ച ആൾക്കാർ ഇവിടുന്ന് സുഖമാണോ അത് അങ്ങനെ ചോദിക്കുമായിരുന്നു. അതൊക്കെ പിന്നെ മാറി ഇതായതാ. വരുമ്പോഴേ സുഖമാണോ ചോദിക്കും. ചാച്ചനും അമ്മയുണ്ടോ, ചാച്ചനമ്മയുടെ ചാച്ചനും ഇങ്ങനെ റിപ്പീറ്റേഷൻ തന്നെ ചോദിക്കും. അത് അവർ ചോദിക്കാത്ത എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ഫ്രഷ് വേ ചോദിക്കുന്നത്. മനസ്സിലും ജീവിതത്തിൽ ആദ്യമായിട്ട് ചോദിക്കുന്ന പോലെ ഞാൻ കുടിച്ചു. എന്നോടെല്ലാം ചോദിക്കും. അവൻ കുടിച്ചില്ലെന്നാ അവൻ അമ്മേ അവൻ ഉറങ്ങിയിരിക്കുന്ന അവൻ വിവാൻ കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. വിവാൻ അവിടെ പുറകില് അവന് വേണ്ട ചായ കുടിക്കല, രാവിലെ കുടിക്കല, വൈകുന്നേരം കുടിക്കുള്ളൂ. വൈകുന്നേരം കുടിക്കുന്നത് ഇഷ്ടമില്ല. ഞാൻ നിർബന്ധിക്കുന്നോണ്ട് കുടിക്കുന്നതാ. കൊറേ ആയിട്ട് നേരത്തെ കുടിക്കുമായിരുന്നു. കോളേജിലൊക്കെ പോകാൻ തുടങ്ങി, ജിമ്മിൽ പോകാൻ തുടങ്ങിയ പിന്നെ കണ്ടു. പോയ പിന്നെയാണ് ഇതെല്ലാം മാറിയത്.
ഒരു 3 മാസം 2 മാസം കണ്ട് ജിമ്മിലും പോയി ഭക്ഷണം മൊത്തം മാറ്റുകയും ചെയ്തു. നിന്റെ തടിയെല്ലാം കുറഞ്ഞു പോയി. അവൻ കഴിക്കാനിട്ടാ ഭക്ഷണം മാറ്റി വെച്ചിട്ടാ. പഞ്ചസാരകൾ മധുരമുള്ളതും അങ്ങനെയൊക്കെ എല്ലാം മാറ്റി വെച്ചില്ലേ. പിന്നെ ഇപ്പൊ ഇച്ചിരിച്ചൊക്കെ ഏതാണ്ടൊക്കെ എല്ലാം കഴിക്കണം. ഷുഗർ ഇല്ലെങ്കിൽ എല്ലാം കഴിക്കണം. ഇതെന്തിനാ നിക്കണേ? അമ്മ ഈ വരെ വിളിക്കേ നിന്റെ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 60 പേരുണ്ടല്ലേ? ഈ എല്ലാവരും എടുത്തേക്കണ ഇത് തന്നെയാ, സെയിമാണ് നീ എടുത്ത കോഴ്സ് തന്നെ? അതിന്റെ കോഴ്സ് പക്ഷേ നിന്റെ കോഴ്സ് എടുത്ത എത്ര പേരുണ്ട്? 66 പേരുണ്ടല്ലേ? ഇതെന്നാ കോഴ്സാണ്? ഇലക്ട്രോണിക്സ് IT. ഇവിടെ എവിടെ കിട്ടും എൻ്റെ ജോബ് അവസരങ്ങളൊക്കെ എവിടെയാണ്? ഇവിടെ കുറവാ. ഏത് റേറ്റിൽ ജോലി ചെയ്യുന്നതാണ്? ഇത് പഠിച്ച ശേഷം നമുക്ക് കിട്ടുന്ന ഏത് കമ്പനിയിലായിരിക്കും? ഇന്ത്യൻ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ഇതിലാണോ കിട്ടുന്ന, അല്ലെങ്കിൽ തൊഴിൽ മേഖല ഏതിൻ്റെ ആൾക്കാർ? ഇത് പഠിച്ചതിനെ കിട്ടണമെങ്കിൽ NVIDIA കമ്പനി അവർ എന്നാ വർക്കിനായിട്ട് അയക്കുന്നത്? ഇത് ഉണ്ടാക്കാൻ ചിപ്പ് ഉണ്ടാക്കാൻ അപ്പം അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ മേഖലകളിലൊക്കെ അതിന് ഹാർഡ്വെയറിൻ്റെ ഒക്കെ കമ്മ്യൂണിക്കേഷൻ തന്നെ പറഞ്ഞാൽ എല്ലാം കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ ടെലികോം. അച്ഛാ 3 വർഷം. 3 വർഷം 6 സെമസ്റ്റർ. അപ്പം എല്ലാവരും സെമസ്റ്ററായി. എല്ലാ സെമസ്റ്റർ 6 കൊല്ലം 6 മാസം. അടുത്ത വർഷം ഭയങ്കര പാടാ. 2ാമത്തെ വർഷം ഇത് പാടാന്ന് പറയുന്നത്. പക്ഷേ 2ാമത്തെ വർഷം കൂടുതൽ എല്ലാം ഇതല്ലേ, 20% 25% പ്രാക്ടിക്കലല്ലേ? തിയറി എന്തോരുണ്ട്? തിയറി എത്ര? കൂടുതൽ 65%, 70%, തിയറി, 20% പ്രാക്ടിക്കൽ. എഞ്ചിനീയറിംഗ് കാത്തിൽ കയറിയപ്പോ 1 മാസം പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ വന്നാ 6th സെം അല്ലേ? അച്ഛൻ വന്നാന്ന് 6 മാസമുള്ളതിൽ 3 അച്ഛൻ മാസം വന്നാ ആശുപത്രിയില്ല. അങ്ങനെയായിരിക്കും. പിന്നെ അവസാന 8ാമത്തെ സെമസ്റ്റർ വരുമ്പോഴത്തേക്കും മൊത്തം ആശുപത്രിയാ. ഒന്നുമില്ല. പിന്നെ പരീക്ഷ എഴുതണം. ഇല്ല, അതൊരു പരിശീലില്ല. ഇല്ലല്ലോ, ആദ്യത്തെ ഒരു പേടി മാത്രമേ ഉള്ളൂ. 1-2 വർഷം, 1.5 വർഷം. അത് കഴിഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവള് പറയണ അവൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട്. അവള് എന്നാ ഇഷ്ടപ്പെടാതെ പോയതല്ലേ, അതുകൊണ്ട്. പക്ഷെ ഇവൻ ഇഷ്ടപ്പെട്ട് പോയതുകൊണ്ട് അവനത് കുഴപ്പമില്ല. അതാണ് അവള് പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെടണം, പഠിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ നേഴ്സിംഗ് പഠിക്കാതിരുന്ന പിള്ളേരൊക്കെ ഇവിടെ ചുറ്റുവട്ടത്തുള്ളവർ പറയുന്നുണ്ട്, അവരുടെ അമ്മമാര് പറയുന്നുണ്ട്, വിദേശത്ത് പോയിട്ട് വേറെ എന്തെങ്കിലും പഠിച്ചിട്ട് പോയിട്ടേ ജോലി കിട്ടാൻ എളുപ്പം നേഴ്സിംഗ് പഠിക്കുമായിരുന്നു, ശമ്പളവും കൂടുതലുണ്ട്. ഇപ്പോഴായാലും ഈ നേഴ്സിംഗ് പഠിച്ച് വിദേശത്ത് പോയി വിദേശ ജോലി കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ അത് കഴിഞ്ഞ് അവിടെ ചെന്നാലും നേഴ്സിന്റെ ക്വാളിഫിക്കേഷനോടെ പോയി നമുക്ക് അവിടെ അന്വേഷിച്ച് ഇത് കിട്ടുമല്ലോ, വിസ കെട്ടി പോകാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞ് മാറ്റുന്നതിരിക്കുമല്ലോ. ഇവിടുന്ന് ചേച്ചി പോയി നേഴ്സായിട്ട് കാനഡയിൽ പോയി, പിന്നെ അനസ്തേഷ്യാസ്റ്റായി, അങ്ങനെയായി സ്പെഷ്യലൈസ് ചെയ്ത് UK പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ തരത്തിലുള്ള നേഴ്സാകേണ്ട കാര്യമില്ല. അത് ഓരോ വിഭാഗമുണ്ട്. അതിനനുസരിച്ച് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞ് മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് അത് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതിലാണ് വേണ്ടത്. അപ്പം ചിലപ്പോൾ അവർ ഒരു ഡിപ്ലോമ പോലെ ഒരു 6 മാസത്തെ കോഴ്സോ 3 മാസത്തെ കോഴ്സൊക്കെ പറഞ്ഞ് അവർ ചെയ്യിപ്പിക്കുമായിരിക്കും. അത് അഡീഷണൽ ആയിട്ട് അതിൻ്റെ ഒരു പ്രാവീണ്യം കിട്ടാൻ വേണ്ടി. അവിടെ ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ് നേഴ്സുമാർക്കാണേലും. ഇവിടുത്തെ പോലെ മൊത്തം ഇല്ല. പിന്നെ എല്ലായിടത്തും ഇപ്പം കൂടുതലായിട്ട് നേഴ്സുമാരെയാണ് വേണ്ടത്. അതാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് കൂടുതലായിട്ട് നേഴ്സുമാരായിട്ടാണ് പറഞ്ഞത്. ഒരു സമയത്ത് ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, ഇല്ല. പിന്നെ പുറത്ത് പോകണവരെ എല്ലാവരും തന്നെ കൂടുതലായിട്ട് നേഴ്സുമാരാണ് പോകണം. നമുക്ക് പറയാം 70% തന്നെ നേഴ്സുമാരാണ് പോകണം. വേറെ ജോലിയിൽ പെട്ടവരായാലും പോകണം എനിക്ക് തോന്നുന്നില്ല. പിന്നെ GNO ANO ഹോം കെയർ ആയിട്ട് പോകുന്നു. അവർ പൈസ കൊടുത്ത് പിറക്കി പോകുന്നു. പക്ഷെ അവരെയും പറയുമ്പോൾ തിരിച്ചു വിടുക. UK ഫാമിലി ആയിട്ട് ചെല്ലുന്നവരെ ഫാമിലി തിരിച്ചു വിടുന്നു. അവർ പൈസ കൊടുത്ത് പോയവരൊക്കെ അവരെ സിംഗിളായിട്ട് നിൽക്കുന്നു. ഇപ്പം എല്ലാവരും UK അയർലൻഡിൽ നിന്നായാലും എല്ലാവരും ഓസ്ട്രേലിയയിലേക്ക് പോകുക. നമ്മുടെ ഭൂപ്രദേശം കൂടുതലാണ്, ഭൂഖണ്ഡമാണ്. അവിടെ നിന്ന് പൈസ മുടക്കില്ലാതെ പോകാൻ പറ്റും. UK അവർക്ക് യൂറോപ്പിനും പ്രാക്ടീസ് ഉള്ളവരെയാണ് അവർ
സെലക്ട് ചെയ്യുന്നത് കൂടുതൽ. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നേക്കാളും എളുപ്പമുണ്ട്. കാരണം അയർലൻഡിൽ നിന്നും UK നിന്ന് അവർ ഓസ്ട്രേലിയൻസ് അവിടെ വന്ന് റിക്രൂട്ട് ചെയ്യുകയാണ്. നമ്മൾ പല സ്ഥലത്തും ചെന്ന് ചെയ്യുമ്പോൾ എന്താ പറയണേ, ക്ലെൻലിനെസ് ഒക്കെ നമ്മുടെ കുറവാണ്. നമ്മൾ ഇന്ത്യയിൽ കാണിക്കുന്ന പോലെയൊക്കെ അതെ, അതാണ് കുഴപ്പം. അതാണ് അവർക്ക് ഇഷ്ടപ്പെടില്ല. അവിടെ തുപ്പുക, ഇവിടെ തുപ്പുക, വലിച്ചെറിയുക, മറക്കുക. അവിടെ ഫൈനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആയാലും നമ്മൾ ചെയ്യും. ശീലിച്ചു പോയതല്ലേ, അങ്ങോട്ട് അറിയാതെ വരും. എല്ലായിടത്തും ഒരുപോലെയാണ്. സിറ്റിയിൽ പോയാലും വില്ലേജിൽ പോയാലും റൂൾസ് അല്ല റൂൾസാ. അല്ല, അതുകൊണ്ട് അവിടെ അത്രയും ഇതായിട്ട് പോകുന്നതെന്ന് പിന്നെ അവർ പാലിക്കുന്നുണ്ട്. നമ്മുടെ വീടടിച്ച് വാരണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അവിടെ എങ്ങനെയൊന്നുമല്ല. നമ്മൾ വീടടിച്ച് വാരിയില്ലെങ്കിലും ആൾക്കാർ വന്ന് നോട്ടീസ് ചെയ്ത് അടിച്ച് വാരിപ്പിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ക്ലീൻ ആൻഡ് കീപ്പ് നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ നമ്മൾ കൊണ്ട് ചെയ്യിപ്പിക്കും. അല്ല, അതിന് ഫൈനാ. അല്ലെങ്കിൽ നമ്മൾ അടച്ചു കെട്ടി വെക്കണം സൈഡൊക്കെ നല്ല രീതിയിൽ കാണത്തില്ലാത്ത രീതിയിൽ. അമ്മേ, ഞാൻ പോവാ. പോവാണ്. ഞങ്ങളുടെ അച്ഛൻ പോകണം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ. വീട്ടിലേക്ക്. വീട്ടിലോട്ടാണ്. എന്നാ ശരി. പള്ളിയിലേക്ക് എന്താ പോകണം? പള്ളിയിലേക്ക്. പള്ളിയിലേക്ക് പോകും. പള്ളിയിലേക്ക് എന്താ പോകണം? പള്ളിയിലേക്ക് പോകണമെന്ന് 27-ാം തീയതി. 27-ാം തീയതി ഉത്തർപ്രദേശിലേക്ക്, UP. എന്നാ ശരി. വണ്ടി നോക്കുന്നുണ്ടോ? വണ്ടിയിൽ ആരാ നോക്കുന്നുണ്ടോ? എന്നാ ഏറ്റു വാ, നോക്കി ഇവിടം വരെ പോണം. ഇറങ്ങിയില്ലേ? അത് ആരാ കൂടെ പൊക്കോളും. നടക്കത്തില്ല. അത് ഞാൻ തുറക്കാറില്ല. നടക്കത്തില്ല. ഇനി ഇപ്പം പെട്ടെന്ന് നടക്കത്തില്ല. അതൊന്നും അമ്മ ഇവിടെ ഇരിച്ചാൽ മതി കേട്ടോ. അത് എപ്പോഴും ഒന്നും വന്ന് ഇരിക്കുകയല്ല. വേദനയാണ്. ഇപ്പൊ കാലെ ചെരുപ്പിടണം കേട്ടോ. തണുപ്പായി. ഇപ്പൊ എത്ര ദിവസം വെയിൽ തെളിഞ്ഞിട്ടൊന്നും എല്ലാം തുടച്ച് വാരി എല്ലാം ചെയ്യാൻ കിടക്കുക. മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ഉണങ്ങാൻ ചെരുപ്പൊക്കെ അവിടെ ആ അതെടുത്തിടാം. അതിന് ഇറക്കുന്നില്ല. ഇവിടെ ഇരുന്നു. ഇവിടെ ഇരുന്നു. ഇവിടെ ഇരിക്കാനാ. അവിടെ ഇരുന്നു. ഇതെല്ലാം തുണിയെ പറ്റൂ. അതൊരു തുണി അതൊക്കെ പോയാ എനിക്ക് പെയിന്റൊക്കെ പോയാ. എന്നാ ശരി കേട്ടോ. ബൈ. അച്ഛൻ എന്താ വരും? ഞാൻ നീ വരും. അടുത്തായിട്ട് വരും. വരുവാ. അച്ഛൻ നീ ഇങ്ങോട്ടാ പോണം. എങ്ങോട്ടാ പോണം? വീട്ടിലേക്ക്. വീട് എവിടെയാ? ഇവിടെ അടുത്താ. ഇവിടെയാണോ? ഇവിടെ ഇവിടെ എളുപ്പമുണ്ടല്ലോ. ഞാൻ പോട്ടെ, എനിക്ക് പണിയുണ്ടേ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.